ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് 2026 മോഡൽ സിആർഎയുടെ സെക്കൻഡ് വേരിയന്റ് ആയിട്ടുള്ള പ്യുവർ വേരിയന്റ് ആണ്. ഈ വേരിയന്റ് തൊട്ടിട്ടാണ് സിആർഎയിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സിആർ വാങ്ങുന്നവർ മിനിമം ഈ വേരിയന്റെങ്കിലും എടുക്കണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ബേസ് വേരിയന്റ് ആയിട്ട് സ്മാർട്ട് വരുന്നുണ്ട്, പക്ഷേ ഇത്രയും വലിപ്പമുള്ളൊരു വാഹനം ഇതിന്റെ അത്യാവശ്യം ആ ലുക്കും ഫീലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ മിനിമം ഈ വേരിയന്റെങ്കിലും എടുക്കണം. അതുപോലെ തന്നെ ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്നത് പ്യുവർ പ്ലസ് വേരിയന്റ് ആണ്. പക്ഷേ പ്യുവർ വേരിയന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് മേടിച്ചിട്ട് അത്യാവശ്യം അലോയ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബെറ്റർ ലുക്കിംഗ് വാഹനമായിട്ട് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, 2026 മോഡൽ സിആർഎയുടെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എല്ലാ വേരിയന്റുകളുടെയും പ്രൈസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ പുതിയ സിആർഎയുടെ EV ലോഞ്ച് ചെയ്യാൻ പോവാണ്. EV വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ തേർഡ് വേരിയന്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ വേരിയന്റ് ഓൺവേർഡ്സ് ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അത്രയും ഫീച്ചേഴ്സ് ഉള്ള വാഹനം തൊട്ടിട്ടായിരിക്കും സിആർഎയുടെ EV സ്റ്റാർട്ട് ചെയ്യുക. ഓൺലൈനിലൊക്കെ പറയുന്നത് ഒരു 18 ലക്ഷം തൊട്ട് 24 ലക്ഷം രൂപ വരെയൊക്കെ ആയിരിക്കും പ്രൈസും എന്നാണ്. 2026 മോഡൽ ടാറ്റ സിആർഎയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് എന്ന് വിളിക്കാവുന്ന പ്യുവർ വേരിയന്റ് ആണിത്. സിആർഎയിലെ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന വേരിയന്റും ഈ പ്യുവർ വേരിയന്റ് തന്നെയാണ്. അപ്പോൾ സിആർ വാങ്ങുന്നവർ മിനിമം ഈ ഒരു വേരിയന്റെങ്കിലും കൺസിഡർ ചെയ്യണം. കാര്യം സിആർ പോലെ ഇത്ര വലിപ്പമുള്ള വലിയ വാഹനം ഇപ്പോഴത്തെ സിറ്റി കണ്ടീഷനിൽ എന്തുകൊണ്ടും ഓട്ടോമാറ്റിക് ആയിരിക്കും നല്ലത്. അപ്പോൾ പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു വേരിയന്റ് മുതലാണ്. ബേസ് വേരിയന്റ് സ്മാർട്ടാണ്, നിങ്ങൾക്കറിയാം. അതിനകത്ത് ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഒരു ബേസ് വേരിയന്റ് വേണം, അതിനകത്ത് അത്യാവശ്യം ആക്സസറീസ് ചെയ്യണം എന്ന് പ്ലാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്യാം. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന എപ്പോഴും ഈ ഒരു വേരിയന്റ് ഓൺവേർഡ്സ് ചൂസ് ചെയ്യാനാണ്. സിആർഎയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് വേരിയന്റ് എന്ന് പറയുന്നത് പ്യുവർ പ്ലസ് വേരിയന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനവുമാണ്. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കളറ് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് വരുന്ന ഒരു കളറാണ്. മൂന്നാർ മിസ്റ്റ് ആണ് ഈ കളറിന് പറയുന്ന പേര്. സിആർഎയിൽ അത്യാവശ്യം റോട്ടിൽ കാണുന്ന ഒരു കളറും ഈ ഒരു കളറാണ്. അതിനകത്ത് ആ ബ്ലാക്ക് കോമ്പിനേഷൻ നല്ല വർക്കൗട്ട് ആവുന്നുണ്ട്. പല ഷെയ്ഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു ഗ്രേ ഫിനിഷും വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഒരു ഗ്രീനിഷ് ടച്ചും വരുന്ന ഒരു കളറാണ്. സിആർഎയുടെ ഹൈലൈറ്റ് എന്ന് വിളിക്കാവുന്നത് ആ ഒരു സിംഗിൾ ലൈനിൽ കൊടുത്തിരിക്കുന്ന ഫ്രണ്ട് DRL ആണ്. കാണാൻ നല്ല ഭംഗിയാണ് നൈറ്റിൽ. ഇപ്പോൾ ഒരു ഡേ ടൈം ആയതുകൊണ്ടാണ് ബ്രൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യാത്ത, അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള DRL ആണ്. അതിന് താഴെയായിട്ട് ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ സിആർ എന്ന് പറഞ്ഞ ലെറ്ററിങ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയാണ് നമ്മുടെ ലോഗോ വരുന്നത്. ഇപ്പോൾ ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 360 വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു സ്പേസ് ഇവിടെ എംപ്റ്റി ആയിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമ്മുടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്ലിമ്മസ്റ്റ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് ആണ്, പക്ഷേ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകളാണ്. ഹൈ ബീം ലോ ബീം അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് ഫോഗ് ലൈറ്റ് വരുന്നില്ല, അവിടെ ഒരു ഡിസൈൻ എലമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഷോറൂമിൽ നിന്ന് പുറത്തു നിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. താഴെ സ്കിഡ് പ്ലേറ്റ് ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 205 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിആർഎയുടെ ഏത് വേരിയൻ്റ് ആണെങ്കിലും ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഈ ഒരു വേരിയൻ്റ് ആണെങ്കിലും നമുക്ക് അത്യാവശ്യം ആക്സസറീസ് ചെയ്യുകയാണെങ്കിൽ ഒരു ടോപ്പ് എൻഡിൻ്റെ ലുക്കിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾ ആ കാണുന്ന യെല്ലോ വാഹനം ടോപ്പ് എൻഡാണ്. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് റൂഫ് റെയിൽസ് വരുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ബാക്കി എല്ലാ ലുക്കും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാന മാറ്റം ഇതിൽ അലോയ്സ് വരുന്നില്ല എന്നുള്ളതാണ്. പ്യുവർ പ്ലസ് വേരിയൻറ്റോട്ടാണ് അലോയ്സ് വരുന്നത്. പക്ഷേ ആ പ്യുവർ പ്ലസ് വേരിയൻറ്റിൽ വരുന്ന അലോയ്സിൻ്റെ സിമിലർ ലുക്കിലുള്ള ഒരു വീൽ കവർ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഒരു സിൽവർ ആൻഡ് ഗ്ലോസി ബ്ലാക്ക് ഇൻസൈറ്റൊക്കെ വന്ന് അലോയ്സ് പോലെ തോന്നിക്കും. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 215, 65 or 17 ആണ് ടയർ സൈസ് വരുന്നത്. ടോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് 18 and 19 ഇഞ്ച് വീൽസ് വരെ അവൈലബിൾ ആണ്. ഈ വേരിയൻറ്റിൽ 17 ഇഞ്ചാണ് വരുന്നത്. ഈ ഒരു സെയിം തന്നെയാണ് പ്യുവർ പ്ലസിലും. അപ്പോൾ ഈ വേരിയൻറ്റ് മേടിച്ചിട്ട് പ്യുവർ പ്ലസിൻ്റെ അലോയ്സ് നിങ്ങൾക്ക് ആക്സസറി ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് അലോയ്സ് ചെയ്യുന്നതിലും കുഴപ്പമുണ്ടാവില്ല. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിലെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ക്ലാഡിങ് ബാക്ക് വശം വരെ പോകുന്നത് കാണാം. ഇവിടെ സിആർ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമാണ് സിആർ. അത് വശങ്ങളിൽ നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുക. 4340 mm ആണ് ഇതിൻ്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. വിഡ്ത്ത് 1841. വീൽ ബേസ് 2730 mm വീൽ ബേസ് ഉണ്ട്. ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനവും സിആർ ആണെന്ന് നമുക്ക് പറയാം. മറ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ മിറേഴ്സൊക്കെ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത് എല്ലാ വേരിയന്റുകളും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമ്മളുടെ A പില്ലറും പിന്നെ B പില്ലറിന്റെ ഈ ഒരു പോർഷനും C പില്ലർ കാര്യങ്ങളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഒരു ഡിസൈൻ എലമെന്റിന്റെ ഭാഗമായിട്ട് ഈ ഒരു പോർഷൻ എല്ലാം നമുക്ക് ഫുൾ ബോഡി കളറിലാണ് വരുന്നത്. ശരിക്കും B പില്ലർ ബോഡി കളർ എന്ന് തന്നെ പറയേണ്ടി വരും.
പിന്നെ ഒരു ഗ്ലാസ് റൂഫ് പോലെ തോന്നിക്കുന്നതിന് ഈ ഒരു പോർഷൻസ് നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഇതാണ് സിയാറയുടെ കീ കൊടുത്തിരിക്കുന്നത്. ബേസ് വേരിയൻറ്റോടെ സിമിലർ കീ ആണ് വരുന്നത്. നമ്മുടെ കർവിലൊക്കെ കണ്ട സിമിലർ കീ, ലോക്ക് ആൻഡ് അൺലോക്ക്, ഫോളോ മൈ ഹെഡ് ലാമ്പിൻ്റെ ഓപ്ഷൻ, പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോട് കൂടിയ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. നമുക്ക് റിക്വസ്റ്റ് സെൻസർ ബേസ് വേരിയൻറ്റ് തൊട്ടേ വരുന്നുണ്ട്. ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. അതിനകത്തൊരു ഇൻഡിക്കേഷൻ കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ റൂഫ് റെയിൽസ് വരുന്നില്ല ഈ വേരിയൻറ്റിൽ, സൺ റൂഫും വരുന്നില്ല. പ്യുർ പ്ലസ് വേരിയൻറ്റ് ഓൺവേർഡ്സ് സൺ റൂഫും അവൈലബിൾ ആണ്. ബാക്കിൽ നമുക്ക് ഷാർപ്പിൻ ആൻറ്റിന കാണാം. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുവരെ ഒരു വാഹനത്തിലും കാണാത്തൊരു ഡിസൈൻ, അല്ലെങ്കിൽ ടാറ്റയുടെ മറ്റൊരു വാഹനത്തിലും കാണാത്തൊരു ഡിസൈൻ എന്ന് പറയാം. കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാണ്ട് പോയതും സിയാറയുടെ ബാക്കിലെ ലുക്കാണ്. പക്ഷേ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബാക്കിലെ ലുക്ക്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ ചെറിയൊരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിൻ്റെ അടിയിലെ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. വൈപ്പർ വാഷർ ഡിഫോർ ഒന്നും വരുന്നില്ല. അതിപ്പോൾ ടോപ്പ് എൻഡ് എടുത്തു കഴിഞ്ഞാലും വൈപ്പർ ഇതിനകത്ത് ഹൈഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏത് വേരിയൻ്റാണ് വൈപ്പർ ഇല്ലെങ്കിലും പ്രത്യേകിച്ച് വൃത്തികേടൊന്നും തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു പോർഷൻ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. ഈ ഒരു പോർഷനിൽ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. ഇവിടെ നമുക്കൊരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗൂഗിൾ ലോഗോയുടെ താഴെയായിട്ട് വരും. അതിന് താഴെ ടാറ്റയുടെ വലിയ ലോഗോ കൊടുത്തിരിക്കും. സിയാറ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങോ അങ്ങനെ ഒന്നും, ഡീസൽ പെട്രോൾ അങ്ങനെ വേറെ ബാഡ്ജിങ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ബാക്കിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബ്ലാക്ക് ക്ലാഡിങ് കാണാനായിട്ട് പറ്റും. അതിന് താഴെ സിൽവർ ഫിനിഷിൽ സ്പിറ്റ് പ്ലേറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു HD ക്ലാരിറ്റിയുള്ള റിവേഴ്സ് ക്യാമറയും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകൾ, 600 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. 622 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. പാസഞ്ചറുടെ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ വരുന്നില്ല. നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കിലോ ഹാങ് ചെയ്യാൻ പാകത്തിനുള്ളൊരു ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. അതിന് 3 കിലോ എന്ന് പറഞ്ഞ് ബാഡ് ചെയ്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത് വാഹനത്തിൻ്റെ അടിയിലായിട്ടാണ്. അത് സെയിം സൈസ് വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ട് പാഴ്സൽ ഡ്രൈവ് നമുക്ക് ഷോറൂമിൽ നിന്നോ പുറത്തുനിന്നോ ആക്സസറി ആയിട്ട് ചെയ്യാം. ഇനി നമുക്ക് അകത്തു നിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഫ്ലഷ് ടു ഓപ്പൺ ആണ് ഡോർ ഹാൻഡിൽസ്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ ആണ് ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിലും വരുന്നത്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. അതൊരു വൈറ്റ് ഫിനിഷിലാണ് വരുന്നത്. ഇവിടെയും നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. അതൊരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. അതൊരു ജോയ്സ്റ്റിക്ക് പോലെ ആണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷാണ്. താഴത്തേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു റിഫ്ലക്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സ്പീക്കർ ഗില്ല്, ബോട്ട് അംബ്രല ഹോൾഡർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അതിന് തൈ സപ്പോർട്ടൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഡിസൈൻ വരുന്നത്. മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡെഡ് പെഡൽ അവിടെ കാണാം. നല്ല വീതിയുള്ള രീതിയിൽ തന്നെ അത് കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് താഴെയാണ് ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അകത്തുനിന്ന് നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡ് ഈ വേരിയൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിരിക്കുന്നു. പുഷ് ബട്ടൺ സ്റ്റാർട്ട് എല്ലാം ഈ ടോപ്പിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റും എല്ലാം ഒരു സിൽവർ ഫിനിഷ് കാണാം. അകത്ത് നമുക്ക് ആ ഒരു ഗ്രേ ഫിനിഷാണ് അകത്ത് വരുന്നത്. ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് അകത്ത് കൊടുത്തിരിക്കുന്നത്. സിയാറ പ്യുർ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയർ തന്നെയാണ് സിയാറയിൽ വരുന്നത്. ഓരോ ടാറ്റ വാഹനം അല്ലെങ്കിൽ ഓരോ ജനറേഷൻ കഴിയുന്തോറും വാഹനങ്ങളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് സിയാറയുടെ ഇൻറ്റീരിയർ. നല്ല അത്യാവശ്യം നല്ല പക്ക ഫിറ്റ് ആൻഡ് ഫിനിഷാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രീമിയം വാഹനത്തിൽ കയറുന്ന അതേ ഫീല് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ലേഔട്ട് കാര്യങ്ങളാണെങ്കിലും ടോപ്പിലൊരു ബ്ലാക്ക് ഫിനിഷ്, അതിനിടയ്ക്ക് നമുക്കൊരു സിൽവർ ലൈൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ ഒരു ഗ്രേ ഫിനിഷ്, ഇവിടെ നമുക്കൊരു സോഫ്റ്റ് ടച്ച് പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അതിനകത്തും ഒരു സിൽവർ ഫിനിഷൊക്കെ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നാലും ടാറ്റയുടെ എല്ലാ വാഹനങ്ങളും കാണുന്ന സിമിലർ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ആ ബാക്ക് ലൈറ്റഡ് സ്റ്റിയറിംഗ് വീല് കൊടുത്തിരിക്കുന്നു. മൾട്ടി ഫംഗ്ഷണലാണ്. ഇടതുവശത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലതുവശത്ത് ക്രൂസ് കൺട്രോളും ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്റ്റിയറിംഗ് വീല് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാനായിട്ട് പറ്റും. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. സ്പീഡോമീറ്ററും RPM എല്ലാം ഡിജിറ്റലാണ്. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, TPMS, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട് അതിനകത്ത്. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസ് ഉപയോഗിച്ച് അതിനകത്ത് അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ്, ട്രിപ്പ് ആവറേജ് ഫ്യൂൽ പോലെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും.
ഫുൾ അത്യാവശ്യം റീഡബിൾ ആയിട്ടുള്ള കാണാൻ ഭംഗിയുള്ള ഒരു ക്ലസ്റ്റർ യൂണിറ്റ് എന്ന് പറയാം. എനിക്ക് തോന്നുന്നു പുതിയ ടിയാഗോയിലൊക്കെ ഈ ഒരു ക്ലസ്റ്റർ യൂണിറ്റിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷനാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന 10.1 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. CRAയിലൊക്കെ നമ്മൾ കണ്ടുവന്നിരുന്നത് ഫുള്ള് ഉള്ള ഒരു സ്ക്രീനാണ്, അല്ലെങ്കിൽ നമ്മുടെ 12.1 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കണ്ടിരുന്നത്. പക്ഷേ ഈ പ്യുവറിലും പ്യുവർ പ്ലസ് വേരിയൻറ്റിലും ഈ ചെറിയൊരു സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് അത്യാവശ്യം ഫീച്ചർ ലോഡഡായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് അത് ഫംഗ്ഷൻ ചെയ്യുന്നത്. 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടിയ ഒരു മ്യൂസിക് സിസ്റ്റമാണ്. ഒരു ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനായിട്ട് പാർക്ക് അസിസ്റ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. HD ക്ലാരിറ്റിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഫുൾ സ്ക്രീനിൽ കാണാനും നമുക്ക് സൂം ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഉൾപ്പെടെ അതിനകത്ത് വരുന്നുണ്ട്. ടാറ്റയുടെ സാധാ വാഹനങ്ങൾ ഇപ്പോൾ നെക്സോണിലും ഒക്കെ കാണുന്ന സിമിലർ സ്ക്രീൻ തന്നെയാണ്. അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ തന്നെയാണ് വരുന്നത്. നല്ല മ്യൂസിക് ക്ലാരിറ്റി ഉണ്ട്. 4 സ്പീക്കറും 2 ട്യൂട്ടറും ഈ ബേസ് വേരിയൻറ്റ് തൊട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ AC വെൻസിനകത്തൊക്കെല്ലാം ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെയുള്ള ഒരു ഗ്ലോസി ഫിനിഷാണ്, ആ ഒരു ഗ്രേ കളറിൽ ഗ്ലോസി ഫിനിഷായിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വരുമ്പോൾ നമ്മുടെ ടോപ്പ് എൻഡിലേക്ക് ഇവിടെ ഒരു സബ് ബൂഫറാണ്. ഇതിനകത്ത് ആ ഒരു ഡിസൈൻ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതിന് താഴെ നമ്മുടെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു, AC. പിന്നെ നമ്മുടെ ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ ഒരു ഓപ്ഷൻ. ഹിൽ ഡിസൈൻ കൺട്രോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്, പിന്നെ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിന് ചേർന്ന് തന്നെ നമുക്ക് AC ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനും മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. അതിന് താഴെ ഇവിടെ നമുക്കൊരു 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഫ്രണ്ടിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റാണ്, പെട്രോൾ ഓട്ടോമാറ്റിക്. അതിൻ്റെ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. അത് കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിൽ EVയിലൊക്കെ കാണുന്ന രീതിയിലാണ് ആ ഒരു ഡിസൈൻ വരുന്നത്. അതിനകത്ത് ഇവിടെ നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങൾ കാണാം. ഇപ്പോൾ നമ്മൾ മറ്റ് വേരിയൻറ്റിലേക്ക് ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് അത് വരുന്നില്ല. അതിനകത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല സോഫ്റ്റ് ടച്ചോട് കൂടിയ സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. അതൊരു ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ ഫിനിഷിലുള്ള ഒരു സീറ്റും ടോപ്പ് പോർഷൻ ഒരു ബ്ലാക്ക് ഫിനിഷുമാണ്. അത് ആ ഡോർ പാഡിലെല്ലാം നമുക്ക് ആ ഒരു സെയിം കളർ ടോൺ തന്നെ കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. സൺവൈസസ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിലും സൺവൈസസ് വിത്ത് മിറർ ആൻഡ് എക്സ്റ്റൻഷൻ്റെ ഓപ്ഷൻ ഇവിടെയും നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകളെല്ലാം നമുക്ക് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ആ ഒരു കൺസോളിന് ചുറ്റും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. അപ്പോൾ ഈ ഒരു വേരിയൻറ്റ് ഒരു സെക്കൻഡ് വേരിയൻ്റ് ആണെങ്കിലും ഒരു പ്രീമിയം ലുക്കിംഗ് വാഹനത്തിൻ്റെ എല്ലാ ഫീലും നമുക്ക് CRA തരുന്നുണ്ട്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ സോഫ്റ്റ് ഓപ്പണിംഗ് ആണ് ഗ്ലോ ബോക്സ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിൽ കൂടുതൽ ലൈറ്റ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ് CRAയുടെ സീറ്റിംഗ് പൊസിഷൻ. ഇപ്പോൾ ഈ സീറ്റ് ഇനി എനിക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ നമ്മളൊരു ആനപ്പുറത്തിരിക്കുന്ന ഫീൽഡിൽ ഇരിക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വിസിബിലിറ്റിയാണ്. ബോണറ്റെല്ലാം കണ്ട് നല്ല ഹൈറ്റിലിരുന്ന് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും അടിപൊളി ഒരു വാഹനം മാനുവൽ എടുക്കാണ്ട് എപ്പോഴും ഓട്ടോമാറ്റിക് തന്നെ കൺസിഡർ ചെയ്യണമെന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഓൾമോസ്റ്റ് ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് തുറക്കാൻ പറ്റും. വലിപ്പമുള്ള വലിയ ഡോറുകളാണ്. അതിൻ്റെ കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ബാക്കിലേക്ക് സൺ ബ്ലൈൻഡ്സ് ഈ വേരിയൻ്റ് തൊട്ട് വരുന്നുണ്ട്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷിൽ സോഫ്റ്റ് ടച്ച് കാണാം. പവർ വിൻഡോയുടെ കൺട്രോൾ. ഈ പോർഷൻസ് എല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. താഴെ സ്പീക്കർ ഗ്രില്ല്, റിഫ്ലക്ടർ ഇവിടെയും വരുന്നുണ്ട്. ബാക്കിലെ സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് AC വെൻസ് വരുന്നുണ്ട്. അതിനകത്തൊരു സിൽവർ ടച്ച് കാണാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നു. വേറെ ചാർജിങ് പോർട്ട് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. നല്ല വലിപ്പമുള്ള വലിയ സെക്കൻഡ് റോ സീറ്റുകൾ, 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഡ്രൈവിംഗ് പൊസിഷനിലാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം എന്ന് പറയാം. കാലെല്ലാം കയറ്റി വെച്ച് നല്ല സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. വീട്ടിലെ ഒരു കൗച്ചിൽ ഇരിക്കുന്ന ഫീലാണ് ഈ ഒരു സീറ്റിലിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അത് LED ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ തന്നെ ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. പാർസൽ ട്രേ ആണ് മിസ്സിങ്. അത് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. CRAയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ടാറ്റയുടെ സേഫ്റ്റി ഒന്നും പറയേണ്ട കാര്യമില്ല. ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ്. ബേസ് വേരിയൻറ്റ് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBT, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസൈൻ കൺട്രോൾ ഈ പ്യുവർ വേരിയൻറ്റ് തൊട്ടേ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ടോപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ADAS ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കും. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പ്യുവർ വേരിയൻറ്റ് നമുക്ക് 2 എഞ്ചിൻ ഓപ്ഷനിലാണ് ലഭിക്കുന്നത്. ഒന്ന് 1.5 ലിറ്റർ എണ്ണ പെട്രോൾ എഞ്ചിൻ, 105 HP പവർ, 145 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT. ഇത് അതിൻ്റെ 7 സ്പീഡ് DCT വേരിയൻ്റ് ആണ്.
കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 15.4ഒക്കെയാണ്. റിയൽ ലൈഫിലൊരു 13നും 14നും ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പെട്രോളാണ്, ഇത്ര വലിപ്പമുള്ള വാഹനമാണ്, ആ മൈലേജ് കിട്ടിയാൽ തന്നെ ലക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ വരുന്നത് നമ്മൾ 1.5 ഡീസൽ എഞ്ചിനാണ്. 116 HP പവർ, 250 Nm ടോർക്ക് ഓട്ടോമാറ്റിക്കിനും 260 Nm ടോർക്ക് മാനുവലും കൊടുത്തിരിക്കുന്നതാണ്. അത് ഓടിക്കാൻ നല്ല രസമുള്ള ഒരു ഡീസൽ എഞ്ചിൻ തന്നെ പറയാം. മൈലേജും ഹൈലൈറ്റ് ആണ്. 21.6 മാനുവലിനും ഓട്ടോമാറ്റിക്കിന് 19.22 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. സിയാറ ഡീസൽ ഓണേഴ്സിന് ഒരു 16നും 18നും ഇടയ്ക്ക് ലോങ് പോകുമ്പോൾ 20 വരെ മൈലേജ് ഈ ഒരു എഞ്ചിൻ കൊടുക്കുന്നുണ്ട്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക്. സിയാറയുടെ അഡ്വഞ്ചർ പ്ലസ് വേരിയൻ്റ് ഓൺവേർഡ്സ് നമുക്ക് 1.5 ടർബോ പെട്രോളും അവൈലബിൾ ആണ്. 158 HP പവറും 280 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന പെട്രോളിലെ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയാം. വിത്ത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. മാനുവലൊന്നും ആ എഞ്ചിൻ ഓപ്ഷനുമായിട്ട് പെയർ ചെയ്തിട്ടില്ല. അതിനും കമ്പനി 16.9 മൈലേജ് ക്ലെയിം ചെയ്യുന്നുണ്ട്. 12-13 ലഭിക്കുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഈ വാഹനത്തിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ, പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുള്ളായി, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് പ്രൈസ് ബേസ് വേരിയൻറ്റിൻ്റെ നോക്കാം. സ്മാർട്ട് വേരിയൻറ്റ് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. സ്മാർട്ട് പെട്രോൾ വേരിയൻറ്റിന് എക്സ്-ഷോറൂം പ്രൈസ് കൊടുത്തിരിക്കുന്നത് 11,49,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 13,87. ഡീസൽ ബേസ് വേരിയൻറ്റിന് 12,99 പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 15,66. അതാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സെക്കൻഡ് വേരിയൻ്റ് ആയിട്ടുള്ള പ്യുവർ വേരിയൻ്റ് ആണ്. ഈ വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പ്യുവർ വേരിയൻറ്റിൻ്റെ മാനുവൽ 15,65 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഓട്ടോമാറ്റിക് ഇത് DCE ആണ്. ഈ വാഹനത്തിന് 17,44 പ്രൈസ് വരുന്നത്. ഡീസൽ മാനുവൽ ആണെങ്കിൽ 17,45 ഡീസൽ ഓട്ടോമാറ്റിക് 19,55. അതായത് 20 ലക്ഷം രൂപ താഴെ നിങ്ങളൊരു സിയാറയുടെ ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഈ ഒരു വേരിയൻ്റ് ആണ്. മറ്റേത് വേരിയൻ്റ് എടുത്താലും 20 ലക്ഷത്തിന് മുകളിൽ പോകും. പെട്രോൾ ആണെങ്കിൽ പ്യുവർ പ്ലസ് വേരിയൻറ്റിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് 19,54 ലഭിക്കും. അപ്പോൾ 20 ലക്ഷം രൂപ താഴെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പ്യുവർ പ്ലസും ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ പ്യുവർ വേരിയൻറ്റുമാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇനി പ്യുവർ പ്ലസ് വേരിയൻറ്റിൻ്റെ പെട്രോൾ മാനുവലിലേക്ക് പോയി കഴിഞ്ഞാൽ 17,44, പെട്രോൾ ഓട്ടോമാറ്റിക് നമ്മൾ പറഞ്ഞാണ് 19,54. പിന്നെ ഡീസൽ മാനുവൽ ആണെങ്കിൽ 19,55, ഡീസൽ ഓട്ടോമാറ്റിക് 21,37. പിന്നെ വേറൊരു കാര്യം, അപ്പോൾ സിയാറയിൽ നിങ്ങളൊരു ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ പ്യുവർ തന്നെ എടുക്കണം, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഓരോ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് പെട്രോളിന് 17.5 ലക്ഷവും ഡീസലിന് 19.5 ലക്ഷവും ആണ്. അപ്പോൾ വേറൊരു കാര്യം കൊണ്ടും പറയാം, സിയാറയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ കൺസിഡർ ചെയ്യുന്നത് ആ ഡീസൽ ഓട്ടോമാറ്റിക് എടുക്കാനാണ്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആണ്, പവർഫുള്ളും ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിരിക്കാം, പക്ഷേ കമ്പാരിറ്റീവ്ലി പവർ കുറവുള്ളൊരു വാഹനമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. ഇനി തേർഡ് വേരിയൻ്റ് ആയിട്ട് വരുന്നത് അഡ്വഞ്ചർ വേരിയൻ്റ് ആണ്. ഫോർത്ത് വേരിയൻ്റ് എന്ന് പറയാം. ഫോർത്ത് വേരിയൻ്റ് ആയിട്ട് വരുന്നത് അഡ്വഞ്ചർ വേരിയൻ്റ് ആണ്. പെട്രോൾ മാനുവൽ ആണെങ്കിൽ 18,70, അതിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 20,51 പ്രൈസ് വരുന്നത്. ഡീസലാണെങ്കിൽ ഡീസലിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് വരുന്നില്ല, 20,16. അടുത്ത വേരിയൻ്റ് വരുന്നത് അഡ്വഞ്ചർ പ്ലസ് വേരിയൻ്റ് ആണ്. ആ വേരിയൻ്റ് ഓൺവേർഡ്സ് ആണ് നമുക്ക് ടർബോ പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടർബോ പെട്രോളിൽ ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. ആ ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ 21,96,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ അഡ്വഞ്ചർ പ്ലസ് 1.5 മാനുവൽ ആണെങ്കിൽ 19,54, നമ്മൾ പറഞ്ഞു 1.5 GDA 80 21,96, ഡീസൽ ആണെങ്കിൽ 21,08,000 രൂപയും ഡീസൽ ഓട്ടോമാറ്റിക്കിന് 22,58,000 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ വരുന്ന വേരിയൻ്റ് അക്കംപ്ലിഷ്ഡ് വേരിയൻ്റ് ആണ്. അക്കംപ്ലിഷ്ഡ് വേരിയൻ്റ് ആണെങ്കിൽ 1.5 പെട്രോൾ എഞ്ചിന് 21,96, അതിൻ്റെ ഓട്ടോമാറ്റിക് വരുന്നത് 24,38,000. അത് ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾക്ക് ടർബോ പെട്രോളാണ് കിട്ടുന്നത്. ഡീസൽ ആണെങ്കിൽ 23,18, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 24,39 പ്രൈസ്. പിന്നെ ടോപ്പ് എൻഡ് ആയിട്ട് വരുന്നത് അക്കംപ്ലിഷ്ഡ് പ്ലസ് വേരിയൻ്റ് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 26,64, ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 27 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിനകത്തുനിന്ന് ഷോറൂമിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ചെറിയൊരു ഡിസ്കൗണ്ടൊക്കെ പ്രതീക്ഷിക്കാം. സിയാറ ആണെങ്കിലും ടാറ്റയുടെ ഏത് വാഹനമാണെങ്കിലും ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസും വരുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ചിട്ട് അടവ് വരുന്നുള്ളൂ. അപ്പോൾ സിയാറയുടെ ഈ ഒരു വേരിയൻ്റ് ഒക്കെ എടുക്കണമെങ്കിൽ മിനിമം ഒരു 3 lakhs ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. ബാക്കി നിങ്ങൾക്ക് EMI ആക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ പറഞ്ഞ EMI ഡൗൺ പേയ്മെൻറ്റ് ഓപ്ഷൻസ് എല്ലാം നിങ്ങളുടെ സിബിൽ സ്കോറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമാണ്. ഫോർ മോർ ഇൻഫോ
ഞാൻ പെരുമ്പാവൂരുള്ള ഗോകുലം മോട്ടോഴ്സിൻ്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാം. സിയാറ എന്നല്ല, ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ സിയാറ EVയുടെ ബുക്കിംഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സിയാറ EV ഇപ്പോൾ ഈ മന്തെൻഡിൽ ലോഞ്ചാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ അഡ്വഞ്ചർ പ്ലസ് വേരിയൻറ്റ് ഓൺവേർഡ്സ് ആ ഒരു ഫീച്ചേഴ്സ് ഓൺവേർഡ്സ് നമുക്ക് സിയാറ EVയിലും ലഭിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു 18 ലക്ഷം തൊട്ട് 22 ലക്ഷം രൂപ വരെയൊക്കെ ആയിരിക്കും എക്സ്ഷോറൂം പ്രൈസ് ടാറ്റ കൊടുക്കുക. കാര്യം കോമ്പിറ്റൻറ്റ് പ്രൈസാണ് 18 to 24 എന്ന് പറയുന്നത്. നമ്മളുടെ കർവ് EVയുടെയും ഹരിയർ EVയുടെയും ഇടയ്ക്കായിരിക്കും സിയാറ EVനെ ടാറ്റ പ്ലേസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ വാഹനത്തിൻ്റെ ബുക്കിംഗ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അതും 55 kW 65 kW അവൈലബിൾ ആയിരിക്കും എന്ന് പറയുന്നു. ടാറ്റയിൽ തന്നെ EVയിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് പറയുന്നൊരു വാഹനവും നമ്മുടെ പുതിയ സിയാറ EV തന്നെയായിരിക്കും എന്നാണ് ഓൺലൈൻ മീഡിയാസ് പറയുന്നത്. 651 റേഞ്ച് പറയുന്നത്. ഫോർ മോർ ഇൻഫോ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.